ഈ വീഡിയോയിൽ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ്. അപ്പോൾ അതിൽ പാകിസ്ഥാന് 40 J-35 ചൈന കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇന്ത്യക്കുള്ളിൽ ഭയങ്കര കോലാഹലമാണ്. അതായത് അവർക്ക് 5th ജനറേഷൻ കിട്ടാൻ പോകുന്നു, നമുക്ക് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഡിഫൻസിന് എന്തോ വലിയ സംഭവം വരാൻ പോകുന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും ഏറെ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യ ഇതിനൊരു അന്ത്യം കുറിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. രാജേഷ് കുമാർ സിംഗ് എന്ന് പറഞ്ഞ ഡിഫൻസ് സെക്രട്ടറിയാണ് ഈ വിഷയം പുറത്ത് വിട്ടത്. അതായത് ഇന്ത്യ 5th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ്. ഇതുവരെ അമേരിക്കയുടെ F-35 അല്ലെങ്കിൽ F-35A ലൈറ്റനിങ് 2 കാറ്റഗറിയിൽ പെടുന്ന ആ വിമാനമോ അല്ലെങ്കിൽ റഷ്യയുടെ സുഖോയ് 57E എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന വിമാനമോ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച മുന്നോട്ടെടുക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ വൈകാതെ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ആ വിഷയം ആ നിലയിൽ നിൽക്കെ പാകിസ്ഥാനിന് ഒരു റിക്വസ്റ്റ്. പാകിസ്ഥാൻ എന്താണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റി ഒന്ന് റീകൺസിഡർ ചെയ്യണം എന്നാണ്. അതായത് അത് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം സ്ഥിരമായിട്ട് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളം തരണം എന്നുള്ള രീതിയിലുള്ള ചില അഭ്യർത്ഥനകൾ. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റി ഇനി പുതുക്കുന്ന പ്രശ്നമേ ഇല്ല, അത് എടുത്ത നിലപാട് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വേറെ കുറെ പ്രോജക്റ്റുകളുണ്ട്, അതുകൊണ്ട് ഈ വാട്ടർ ട്രീറ്റി നിർത്തിയത് തന്നെയാണ്, അത് പിൻവലിച്ചത് തന്നെയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റീകൺസിഡറേഷനും ഇല്ല എന്നുള്ളൊരു ഉത്തരമാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് എന്നൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സീസ് ഫയർ കൊണ്ടുവന്നത് എന്നുള്ള ഒരു പ്രസ്താവന വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ പലവട്ടം പറഞ്ഞ വാർത്തകൾ തന്നെയാണ്. പക്ഷേ ഇത് നിലവിൽ ഒഫീഷ്യലി ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇപ്പോഴാണ് ഒരു പ്രസ്താവനയായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം, അതായത് 2025 ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ മുതലേ ചൈന റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇങ്ങോട്ട് കയറ്റി അയക്കില്ല, പ്രത്യേകിച്ചും ഒരു EV കാറിലൊക്കെ ഉപയോഗിക്കുന്ന മാഗ്നറ്റുകൾ, ഫുൾ മാഗ്നറ്റ്, ഇതൊക്കെ നമ്മൾ കയറ്റി അയക്കില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചർച്ചകൾ പലവട്ടം നടത്തിയിട്ടും ഇതുവരെ അതിനൊരു പുരോഗതിയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസോ ചൈനയുടെ സൈഡിൽ വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ 3500 കോടി മുതൽ 5000 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറികൾ പണിയാനും ഈ റെയർ എർത്ത് മിനറൽസ് പിന്നെ മാഗ്നറ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു എമൗണ്ട് മിനിമം ഒരു 5000 കോടി ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ ഒരു മേഖലയിൽ കൂടുതൽ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിക്കാണാം. കാരണം ഞാൻ ഇന്നലത്തെ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ കുറേ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറാകുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മേഖലകൾ ഏതൊക്കെയാണ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് 2030 കൂടി 2 ട്രില്യൺ പ്രോഫിറ്റ് നേടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് പ്ലാൻ ചെയ്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് വേണമെങ്കിൽ ഇതിനെ ചേർത്ത് വായിക്കാം. കാരണം അതിൽ ഒരുപാട് മേഖലകൾ, സെമി കണ്ടക്ടർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതേപോലെ ലിഥിയം ബാറ്ററി, ഇതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ആ ഒരു മേഖലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ഇപ്പം നടത്താനിരിക്കുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്. 3500 കോടി 5000 കോടി എന്നുള്ളതിനുപരിയായിട്ട് കുറച്ചുകൂടെ ഒരു 7000 കോടി ആയാൽ തന്നെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ മേഖലയിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കൂടുതൽ പ്രോജക്റ്റുകൾ വേണ്ടി വന്നാൽ കൂടുതൽ SME കമ്പനികളെ, പ്രൈവറ്റ് കമ്പനികളെ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് വലിയ തോതിൽ നടപ്പിലാക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം ആ രീതിയിൽ റെയർ എർത്ത് മിനറൽസ് നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഈ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ലതാണ്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ വീണ്ടും ഖ്വാജ ആസിഫ് വിടുവായ്ത്തരം പറഞ്ഞിരിക്കുകയാണ്. ഈ വിടുവായ്ത്തരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഏത് നേരത്ത് വേണമെങ്കിലും ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. അതിന്റെ കാരണം അവിടുത്തെ ആർമിയാണ്. അവിടുത്തെ ആർമി ഏത് നേരത്തും സിവിലിയനായിട്ടും ആർമിയായിട്ടും ആക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആർമിയാണ് പാകിസ്ഥാന്റേത് എന്നുള്ള ഒരു വിടുവായ്ത്തരമാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ വീണ്ടും നാണം കെടുത്തുന്ന ഏർപ്പാടാണ്. കാരണം അവിടെ ഇപ്പം പ്രൈം മിനിസ്റ്ററാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിലാണ് അവരിപ്പം പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷേ അമേരിക്ക ആരെയാണ് വിളിച്ചത്? ആസിം മുനീറിനെയാണ് വിളിച്ചത്. ആസിം മുനീർ ആരാണ്? അവിടുത്തെ ആർമി ജനറലാണ്, ആർമിയുടെ ചീഫാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആർമി ചീഫിനാണ് വില. അമേരിക്ക ആ രാജ്യത്തെ അങ്ങനെയാണ് കാണുന്നത്.
അമേരിക്ക അതിനെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഷഹബാസ് ഷെരീഫ് ഒരു പ്രധാനമന്ത്രിയാണെന്നോ ഇതൊന്നും അംഗീകരിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ലോകത്ത് തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് ആർമി, മിലിറ്ററി അവർ തന്നെയാണ് എപ്പോഴും റൂൾ ചെയ്യുന്നത്. ആർമിയുടെ താഴെയാണ് ഈ ഒരു ഭരണകൂടം. ആർമി തീരുമാനിക്കും ആരാണ് ഇവിടെ പ്രധാനമന്ത്രി ആവേണ്ടതെന്ന്. ഇപ്പോഴും കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിച്ചത് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ ഇപ്പോൾ എവിടെ കിടക്കുന്നത്? ജയിലിൽ കിടക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടാമതും മൂന്നാമതും നാലാമതും വന്ന ഈ വളരെ മൈനോറിറ്റിയിൽ വിജയിച്ച ആൾക്കാരൊക്കെ ഒത്തുകൂടിയിട്ടാണ് ഈ ഒരു ഭരണം ഇപ്പം നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരുത്തൻ വലിഞ്ഞാൽ മതി, അപ്പോഴേ പൊട്ടി താഴെ വീഴും. ഇത് ശരിക്കും പറഞ്ഞാൽ മിലിറ്ററിക്ക് ഒരു ഡോമിനേഷൻ, അതായത് ആർമിക്ക് വേണമെങ്കിൽ ആരെ വേണേലും അവിടെ നിന്ന് പിൻവലിക്കാം, എന്നിട്ട് പട്ടാള ഭരണം കൊണ്ടുവരാം. ഇതാണ് ഖ്വാജ ആസിഫ് അവിടെ പറയാൻ ശ്രമിച്ചത്. ഇതിന്റെ ചുരുക്കമാണ് അയാൾ പറഞ്ഞത്. ആർമി സിവിലിയൻ ആർമി ആയിട്ട് ഏത് നേരത്ത് വേണമെങ്കിലും മാറും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഖ്വാജ ആസിഫ് അവിടെ കൊടുത്തത്. അതുപോലെ ഇറാൻ ഇന്ത്യയുടെ മേളിൽ ഒരു പ്രഷർ ഇടുന്നുണ്ട്. ഇറാൻ ഓൾറെഡി തന്നെ ചെറിയൊരു കലിപ്പിലാണ് ഇന്ത്യയുടെ അടുത്ത്. കാരണം SCO മീറ്റിംഗ് നടന്നല്ലോ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് ചൈനയിൽ വെച്ച് നടന്നായിരുന്നു. ആ ചൈനയിൽ നടത്തിയ ആ ഒരു മീറ്റിംഗിൽ ഇന്ത്യ മാത്രം വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. വിട്ടു നിൽക്കുന്ന പറഞ്ഞാൽ ഇറാന്റെ മേളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ റെസൊല്യൂഷൻ ചൈന കൊണ്ടുവന്നു. ആ റെസൊല്യൂഷനിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു. ഇത് ചൈനയുടെ ഒരു ഡിപ്ലോമസിയാണ്. കാരണം ചൈനയ്ക്ക് കിട്ടിയ ഒരു അവസരം ചൈന മുതലെടുത്തു. ഇന്ത്യയെ മിഡിൽ പോയിന്റിൽ കൊണ്ട് നിർത്തി ഇന്ത്യ ഏത് ഡിസിഷൻ എടുക്കും? കാരണം ഇറാനാണോ ഇസ്രായേലാണോ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഇസ്രായേൽ ഇറാനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഫ്രണ്ടാണ്. നിലവിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയുമായിട്ട് വെച്ച് പുലർത്തുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷനാണ്. ആയത്തുൽ ഖമേനി എത്രയോ തവണ ഇന്ത്യയെ കുത്തിപ്പറഞ്ഞ് ട്വീറ്റുകളും പല രീതിയിലുള്ള പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെയൊക്കെ കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യ ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ ടൈപ്പ് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇസ്രായേൽ ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ണറാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയിലും ഇസ്രായേലിന്റെ പങ്കുണ്ട്. ഇന്ത്യയിലെ ഡിഫൻസിൽ ഇസ്രായേലിന്റെ പങ്കുണ്ട്. ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇറാന് നല്ല ബന്ധമുണ്ട്. അത് നമ്മളിവിടെ നോക്കി കാണേണ്ട വിഷയമാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയോടൊപ്പം നിന്ന് ഇന്ത്യക്ക് ഡിഫൻസ് ഒരുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ഇന്ത്യ ഒരു രീതിയിലുള്ള റെഫറൻഡത്തിലും ഒപ്പിടില്ല. അപ്പൊ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചൈന കളിച്ചതാണ്. ആ കളിയിൽ ഇന്ത്യക്ക് ചെറുതായിട്ട് ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷനിൽ ഇറാനുമായിട്ട്. അപ്പൊ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഇന്ത്യയെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങളൊന്ന് ഇസ്രായേലിനെ കണ്ടംപ്റ്റ് ചെയ്യണം, ഇസ്രായേലിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള പ്രസ്താവന ഇറക്കണമെന്ന് ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അത് കേട്ടിട്ട് തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. ഇതുവരെ ഒരു രീതിയിലുള്ള പ്രസ്താവനകളും ഇസ്രായേലിനെതിരെ ഇന്ത്യ പുറത്തു വിട്ടിട്ടില്ല. ഇനി വിടുമെന്ന് തോന്നുന്നുമില്ല. UK-യുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ 5th ജനറേഷൻ എവിടെ കിടക്കുന്നത്? തിരുവനന്തപുരം എയർപോർട്ടിൽ കിടക്കുന്നു. ഇപ്പോഴവിടെ തന്നെയാണ് കിടക്കുന്നത്. അത് ഫൈറ്റർ ജെറ്റിൽ ഫ്യൂവലിന്റെ കുറവ് ഉണ്ടായതുകൊണ്ടാണ് എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യേണ്ടി വന്നത്. എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പൊ ആ രീതിയിൽ വളരെ ക്രൂഷ്യൽ മൊമെന്റിലാണ് ഇത് ലാൻഡ് ചെയ്തത്. അതായത് ലാസ്റ്റ് പോയിന്റിലാണ് ഇത് ലാൻഡ് ചെയ്തത്. അപ്പൊ ലാസ്റ്റ് പോയിന്റിൽ ലാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഓയിലിന്റെ കുറവ് മൂലം അതിന്റെ സ്പെയർ പാർട്സുകൾക്ക്, ചില നിർണായകമായിട്ടുള്ള സ്പെയർ പാർട്സുകൾക്ക് ചില ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് UK-യിൽ നിന്നും എഞ്ചിനീയറിംഗ് ടീം തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അവർ ഓൺ ദ വെയിലാണ്. ഒരു പക്ഷേ ഈ ഒരു വാർത്ത ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്പെയർ പാർട്സും കൊണ്ടാണ് അവർ വരുന്നത്. അത് റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഫൈറ്റർ ജെറ്റ് തിരിച്ചു പോകുന്നതായിരിക്കും. റഷ്യയിലെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുമായിട്ട് കൂടുതൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രപ്പോസലുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് എക്കണോമിക് ടൈസ് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. അതാണ് പുടിന്റെ നിർദ്ദേശം. ഇത് വേറെ ഒന്നുമല്ല, ഇന്ത്യ F-35 ആണോ സുഖോയ് 57 ആണോ എന്ന് തീരുമാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രസ്താവന ഡിഫൻസിന്റെ ഭാഗത്തുനിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഒരു രീതിയിലും ഈ ഒരു കോൺട്രാക്ട് കൈവിട്ടു പോകരുത് എന്ന് നല്ല രീതിയിൽ പ്രഷർ ഇടുന്നുണ്ട്. കാരണം റഷ്യ പറഞ്ഞിട്ടുണ്ട് ഈ സുഖോയ് 57ന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാം, സോഴ്സ് കോഡും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു ഓഫർ ആണെന്നുള്ളത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്, ഒന്നുകൂടെ ഇന്ത്യയെ ഓർമ്മപ്പെടുത്താനാണ് പുടിൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഓൾറെഡി തന്നെ നല്ല രീതിയിലുള്ള എക്കണോമിക് സഹകരണം നിലനിൽക്കുന്നുണ്ട്. എക്കണോമിക് സഹകരണമൊന്നുമില്ല, ഇത് തന്നെയാണ് വിഷയം. F-35 വാങ്ങിക്കരുത്, നിങ്ങൾ സുഖോയ് 57 തന്നെ മേടിക്കണം, നമ്മളെ കുറച്ചുകൂടെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പുടിൻ പറഞ്ഞു വെച്ചത്.